പ്രണയിക്കാത്തവരാരും ഉണ്ടോ ഈ ലോകത്ത്? പ്രണയിക്കണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? തോറ്റു. പ്രണയിച്ച് തോറ്റുപോയ ഒരാളാണ്, തോറ്റവരാണ് ചരിത്രത്തിൽ ഉണ്ടാക്കിയോളൂ എന്നൊക്കെ പറയണ്ടല്ലോ. എല്ലാം തികഞ്ഞവർ ആരും ഈ ലോകത്തില്ല, അതുവരെ സത്യം. അപ്പൊ അതുകൊണ്ടൊക്കെ ആ പെൺകുട്ടികളെ നൈസായിട്ട് അങ്ങോട്ട് പോയി ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അവരോടൊന്നും വിരോധമില്ല കേട്ടോ. എല്ലാരും എന്റെ സുഹൃത്തുക്കളാണ്. ഐ ലവ് യു ഓൾ. ഈ ഇൻസ്റ്റാഗ്രാമില് സിംഗിൾ ചങ്കിന് മെൻഷൻ ചെയ്യുന്നുള്ള സാധനമൊക്കെ ഉണ്ട്. അതില് ഫുള്ള് എന്നെ മെൻഷൻ ചെയ്തു. അപ്പൊ ഞാൻ എന്റെ പൊന്നു ചെങ്ങായിമാരെ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കടാ, നീ പാസ്സാണ്. എന്റെ അനിയൻ സിംഗിൾ ആണല്ലോ, അവനും ഞാൻ പ്രായമായി, അവനും വേണമെങ്കിൽ പറയാം. പക്ഷെ അവരെന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടേ ഇരിക്കും. അപ്പൊ ഞാൻ ഇത്രയും പെട്ടെന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രണയം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ. പ്രണയിക്കാത്തവരാരും ഉണ്ടോ ഈ ലോകത്ത്? ഇനി ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഞാൻ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നവന്മാര് മണ്ടന്മാരാണ്. പ്രണയിക്കണം. എന്നിട്ട് എന്ത് സംഭവിച്ചു? തോറ്റു. പ്രണയിച്ച് തോറ്റുപോയ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു കഥ പറയണോ? പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിച്ച് തോറ്റു പോകുന്നതാണല്ലോ. തോൽവി എന്താ അറിയോ? തോറ്റവരാണ് ചരിത്രത്തിൽ ഉണ്ടാക്കിയോളൂ എന്നൊക്കെ പറയണ്ടല്ലോ. ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും. പ്രണയം ഭയങ്കര ഒരു അതൊരു എനിക്ക് ഒരാളെ കൺവിൻസ് ചെയ്ത് ബിഗ് ബോസിന് മുമ്പുള്ള കാര്യമാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് പ്രണയിച്ചിട്ടുണ്ടോന്ന് വെച്ചാല് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് ഇങ്ങനെ അടുപ്പങ്ങളൊക്കെ വന്നു. പക്ഷെ അതിന്ന് എനിക്ക് എനിക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് എനിക്കൊരാളെ കൺവിൻസ് ചെയ്ത് എന്നെ തന്നെ എനിക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഇനി എന്റെ നാക്ക് എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. എന്റെ നാക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു പെൺകുട്ടീനെ എനിക്ക് കൺട്രോൾ ചെയ്ത് കൺവിൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയത്ത് നമ്മള് എന്നെ അവർ കൺട്രോൾ ചെയ്യണ്ടേ? ഞാൻ ടേക്ക് കെയർ തന്നെ കൺട്രോൾ ചെയ്യുന്നതാണ്. മോളെ അത് അങ്ങനെ ശീലി കുട്ടാ, അയ്യോ ചേട്ടായി സിനിമയ്ക്ക് പോണ്ടേ, അങ്ങനെ അതല്ല. ഒന്നാമത് അവര് വിളിക്കുന്ന സമയത്ത് ഞാൻ അവൈലബിലിറ്റി ആവില്ല. പിന്നെ ഈ പൊസസീവ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു വലിയ സംഭവമാണ്. അപ്പൊ ചിലപ്പോ അത് ആ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെൺകുട്ടികൾക്ക് അല്ല ആർക്കും പറ്റില്ല. ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ ക്യാരക്ടർ, സിനിമയിലെ ക്യാരക്ടർ ചില ആളുകൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചിലപ്പോ പറ്റില്ല. അപ്പൊ എന്റെ പ്രൊഫഷൻ ചിലവർക്ക് അവർക്ക് പറ്റില്ല. പിന്നെ എനിക്ക് ഞാൻ ഫിനാൻഷ്യൽ സെറ്റിൽ അല്ലായിരുന്നു. ഇപ്പോഴും വലിയ സെറ്റിലൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ല. അരി വാങ്ങിച്ചു പോകാനുള്ള അടുപ്പ് കത്തും. അന്നത്തെ സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. വീടുണ്ടായിരുന്നില്ല. എന്റെ വാപ്പ വേറെ കല്യാണം കഴിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് അവർ ഞാൻ ഒരിക്കലും ആ പെൺകുട്ടികളൊന്നും കുറ്റം പറയില്ല. കാര്യം അവരുടെ ഒരു ഔട്ട്ലുക്കിൽ മാത്രമായിരിക്കും ഞാൻ ഉണ്ടാവുള്ളൂ. അവരുടെ സ്വഭാവം, അവർ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാവിയെ എന്താണ് വരനല്ലേ ഞാൻ അല്ലേ, ആ ഒരു ക്വാളിറ്റി ചില കാര്യമൊന്നും എനിക്ക് ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാം തികഞ്ഞവർ ആരും ലോകത്തില്ല, അതുവരെ സത്യം. അപ്പൊ അതുകൊണ്ടൊക്കെ ആ പെൺകുട്ടികളെ നൈസായിട്ട് അങ്ങോട്ട് പോയി ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അവരോടൊന്നും വിരോധമില്ല കേട്ടോ. ഐ ലവ് യു ഓൾ.